പലർക്കുമുള്ള ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മൂക്ക് ചൊറിച്ചിലും കണ്ണ് ചൊറിച്ചിലും തൊണ്ട ചൊറിച്ചിലും തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും അഡിനോയിഡ്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കഫക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി എന്തൊക്കെയാണ് കഫക്കെട്ടിന്റെ പ്രധാന കാരണങ്ങളെന്ന് നോക്കാം. നമ്മൾ ഈ പകുതി ഉണങ്ങിയ ഡ്രസ്സൊക്കെ ധരിച്ചാലും അതുപോലെ ഡ്രസ്സൊക്കെ ഉണങ്ങാണ്ട് റൂമിൽ കൊണ്ടുവന്നിട്ടാലും ഒക്കെ നമുക്ക് കഫക്കെട്ട് വരും. പിന്നെ ബ്രോങ്കിയൽ ആസ്മ പോലുള്ള കണ്ടീഷൻസിലും നമുക്ക് ഈ കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. നിങ്ങൾ റെഗുലർ ആയിട്ട് ഈ ഇലക്കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ധാരാളമായിട്ട് എത്തും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹായ്, ഞാൻ ഡോക്ടർ നീരാഞ്ജന, ക്യൂവൺ ഹെൽത്ത് കെയറിലെ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ. ഇന്ന് നമ്മളിൽ പലർക്കുമുള്ള ബുദ്ധിമുട്ടാണ് വിട്ടുമാറാത്ത ചുമ, അതുപോലെ തന്നെ ജലദോഷം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഈ മൂക്ക് ചൊറിച്ചിലും കണ്ണ് ചൊറിച്ചിലും തൊണ്ട ചൊറിച്ചിലും തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ കഫക്കെട്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാകാം. കഫക്കെട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശ്വാസനാളികയിൽ കഫം വന്ന് നിറയുന്ന ഒരവസ്ഥയാണ്. നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് വരാം. ഈ സൈനസൈറ്റിസിന്റെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരാം, ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടോൺസിലൈറ്റിസിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വരാം. ഇപ്പോൾ കുട്ടികളിലാണെങ്കിലും അഡിനോയിഡ്സിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കഫക്കെട്ടിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുപോലെ നമ്മളുടെ ബോഡി ഓവറായിട്ട് ഈ അലർജൻസിൻ്റെ അടുത്ത് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആസ്മ, അതുപോലെ തന്നെ ശ്വാസതടസ്സം തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ കാലാവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് ഈ മഴ, വെയിൽ അങ്ങനെ മാറുന്ന കാലാവസ്ഥയും നമ്മുടെ പൊല്യൂഷനും ഡസ്റ്റും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. കഫക്കെട്ടിന് അങ്ങനെ പ്രത്യേകിച്ച് പ്രായപരിധിയൊന്നുമില്ല. കുട്ടികൾ മുതൽ പ്രായമായ ആൾക്കാരും കഫക്കെട്ട് കാണുന്നുണ്ട്. കാരണം നമ്മുടെ ഈ മാറുന്ന കാലാവസ്ഥ നമ്മൾ ഏത് പ്രായക്കാരെ ആണെങ്കിലും കുട്ടികളെയൊക്കെ ആണെങ്കിലും എഫക്റ്റ് ചെയ്യും. ഇനി എന്തൊക്കെയാണ് കഫക്കെട്ടിൻ്റെ പ്രധാന കാരണങ്ങളെന്ന് നോക്കാം. ബാക്ടീരിയൽ, വൈറൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഈർപ്പമുള്ള സ്ഥലത്ത് ജോലി ചെയ്യുകയോ അല്ലെങ്കിൽ ഈർപ്പമുള്ള എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ റൂമിലുണ്ടെങ്കിലൊക്കെ നമുക്ക് കഫക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ പകുതി ഉണങ്ങിയ ഡ്രസ്സൊക്കെ ധരിച്ചാലും അതുപോലെ ഡ്രസ്സൊക്കെ ഉണങ്ങാണ്ട് റൂമിൽ കൊണ്ടുവന്നിട്ടാലും ഒക്കെ നമുക്ക് കഫക്കെട്ട് വരും. അതുപോലെ നമ്മൾ ഈ പൂമ്പൊടികൾ, ഡസ്റ്റ്, കെമിക്കൽ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് കഫക്കെട്ട് വരും. പിന്നെ സൈനസൈറ്റിസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ട് വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടോൺസിലൈറ്റിസിൻ്റെ പ്രശ്നം, അഡിനോയിഡ്സിൻ്റെ പ്രശ്നം, അതുപോലെ COPD പോലത്തെ അസുഖങ്ങളുണ്ടെങ്കിൽ, COPD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥ. ഫൈബ്രോസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് ചുരുങ്ങുന്നൊരവസ്ഥയാണ്. ഇങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിൻ്റെ സിംറ്റംസ് കാണിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസനാളം ചെറുതാവുന്നൊരവസ്ഥ. അപ്പം ഇങ്ങനെ ശ്വാസനാളം ചെറുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എയറൊക്കെ പുറത്തേക്ക് പോവില്ല, ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. അപ്പം നമുക്ക് ശ്വാസം പുറത്തേക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ബ്രോങ്കൈറ്റാക്സിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസനാളികളുടെ ഭിത്തിയിൽ വീക്കം വരിക. അങ്ങനെ ഭിത്തിയിൽ വീക്കം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലങ്സ് ഒന്ന് വീർക്കും. അങ്ങനെ വീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് വരും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് കഫക്കെട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. പിന്നെ അലർജിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുമ്പോൾ അലർജിക് അതിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും വസ്തുക്കളോട് അലർജി ഉണ്ടെങ്കിൽ, ഫുഡിനോടോ അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയോടോ പൊടികളോടോ പഞ്ഞിയോടോ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ഈ അലർജിക് ബ്രോങ്കൈറ്റിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ബ്രോങ്കിയൽ ആസ്മ പോലുള്ള കണ്ടീഷൻസിലും നമുക്ക് ഈ കഫക്കെട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് നമുക്ക് കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നോക്കാം. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചുമ, നമുക്ക് വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് മൂക്കൊലിപ്പ്, തുമ്മൽ, നമ്മുടെ കണ്ണ് ചൊറിയുക, തൊണ്ട ചൊറിയുക, മൂക്ക് ചൊറിയുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളെല്ലാം. നമുക്ക് ശ്വാസം എടുക്കാനും വിടാനുള്ള ബുദ്ധിമുട്ട്, നമ്മുടെ നെഞ്ചിലൊരു ഭാരം പോലെ തോന്നുക, അതുപോലെ നമുക്ക് തലവേദനിക്കുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത്. പിന്നെ ഈ സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളവർക്കും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരാം. കാരണം അവരുടെ കഫം താഴത്തേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ഇരിക്കുമ്പോഴാണെങ്കിലും കിടക്കുമ്പോഴാണെങ്കിലും നമ്മുടെ തൊണ്ടയിൽ എന്തോ കഫം തങ്ങി നിൽക്കുന്ന ബുദ്ധിമുട്ട് തോന്നും. അതേപോലെ തന്നെ നമുക്ക് നെഞ്ചിലും എന്തോ ഒരു കഫം തങ്ങി നിൽക്കുന്ന ഒരവസ്ഥ തോന്നും. ഇതൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്ന കഫക്കെട്ടിൻ്റെ രോഗലക്ഷണങ്ങൾ. നമുക്കിനി എങ്ങനെ കഫക്കെട്ട് നമ്മുടെ ജീവിതശൈലിയിലൂടെ കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് ആദ്യം വേണ്ടത് നമ്മൾ തണുത്ത പാനീയങ്ങളും തണുത്ത ഭക്ഷണങ്ങളും ഒഴിവാക്കുക എന്നതാണ്. ഒരു ഭക്ഷണവും നേരിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനോ കഴിക്കാനോ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയത്ത് മാത്രം തലയിൽ എണ്ണ വെക്കുക. കുളി കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തേച്ച് കഴുകണം. തലയിൽ എണ്ണ വെച്ചിട്ട് വെയിൽ കൊള്ളാൻ പാടില്ല. അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ചിട്ട് നമ്മൾ വെയിലത്ത് പോകാനൊന്നും പാടില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക. ആവി പിടിക്കുമ്പോൾ ഉപ്പ് മഞ്ഞളൊക്കെ ഇട്ട് ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇപ്പോൾ സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ആവി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നല്ല ആശ്വാസം തോന്നും. പിന്നെ കുളിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ നല്ല പുലർച്ചയും അതുപോലെ തന്നെ നല്ല രാത്രിയും കുളിക്കരുത്. നമ്മളൊരു 10 മണി അല്ലെങ്കിൽ ആ ഒരു ടൈമിനുള്ളിൽ കുളിക്കുക. അതുപോലെ തന്നെ രാത്രി സന്ധ്യ കഴിഞ്ഞിട്ടും കുളിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുളിച്ചിട്ടുണ്ടെങ്കിൽ കഫം ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ റൂമിലൊക്കെ ആണെങ്കിൽ നനഞ്ഞ വസ്ത്രങ്ങളൊന്നും കൊണ്ടുവന്നിടാൻ പാടില്ല.
നിങ്ങൾ നന്നായിട്ട് ഉണങ്ങിയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ നമ്മൾ പകുതി ഉണങ്ങിയ ഡ്രസ്സൊന്നും എടുത്തിടരുത്. ഇപ്പോൾ ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് ഉണക്കിയിട്ട് വേണം അതൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കഫക്കെട്ട് കൂടും. അപ്പോൾ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടതെന്ന് നോക്കാം. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫ്ലമേഷൻ കുറയാനും അലർജിയോടുള്ള നമ്മുടെ റിയാക്ഷൻ കുറയാനും സാധിക്കും. അപ്പോൾ വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. അതിന് ഇളം വെയിൽ കൊള്ളുന്നത് നല്ലതാണ്. നമ്മൾ രാവിലെ ഒരു 10 മണിക്ക് മുന്നുള്ള ഇളം വെയിലും അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമുള്ള വെയിലും കൊള്ളുന്നത് നല്ലതാണ്. പകൽ ടൈമിൽ വെയിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കഫക്കെട്ട് കൂടും. അപ്പോൾ നിങ്ങൾ ഈ ഇളം വെയിൽ കൊണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി കിട്ടും. അപ്പോൾ വൈറ്റമിൻ ഡി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കുറയും, കഫക്കെട്ട് വരുന്നതൊക്കെ കുറയും. നമ്മുടെ ശ്വാസനാളത്തിലെ പ്രവർത്തനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുള്ള കഴിവും വൈറ്റമിൻ ഡിക്കുണ്ട്. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളിൽ ഓറഞ്ച് മുന്തിരി കുറച്ച് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിന് പകരം നമുക്ക് പേരക്ക നന്നായിട്ട് കഴിക്കാം. പേരക്കയിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പേരക്ക നന്നായിട്ട് കഴിക്കാം. ക്യാപ്സിക്കം കഴിക്കാം, നെല്ലിക്ക കഴിക്കാം. ഇപ്പോൾ ഡെയിലി ഓരോ നെല്ലിക്ക കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം. ഇപ്പോൾ ക്യാപ്സിക്കം ആണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൽ കുക്ക് ചെയ്യുമ്പോൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമുക്ക് വൈറ്റമിൻ സി കിട്ടും. അപ്പോൾ വൈറ്റമിൻ സി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മൂക്ക് ചൊറിയുന്നതും കണ്ണ് ചൊറിയുന്നതും തൊണ്ട ചൊറിയുന്ന ബുദ്ധിമുട്ടൊക്കെ കുറയ്ക്കാനുള്ള കഴിവ് വൈറ്റമിൻ സിക്കുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി ധാരാളമായിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ മീനെണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. മീനെണ്ണ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാളയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്, ചൂരയിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്ന വഴി നമ്മുടെ സ്മൂത്ത് മസിൽസ്, നമ്മുടെ ശ്വാസകോശത്തിലുള്ള സ്മൂത്ത് മസിൽസിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതുവഴി നമുക്ക് ഈസി ആയിട്ട് ശ്വസിക്കാനും പറ്റും, ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ കുറയും. ഇത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. കറി വെച്ച് കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. വറുത്തും പൊരിച്ചൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല, കറി വെച്ച് തന്നെ കഴിക്കുക. പിന്നെ നമുക്ക് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോശങ്ങളുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇതുവഴി നമ്മുടെ ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനം ഇമ്പ്രൂവ് ചെയ്യാൻ കൂടി സാധിക്കുന്നതാണ്. വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ബദാമിലുണ്ട്, ഒലിവ് ഓയിലുണ്ട്, കപ്പലണ്ടിയിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഇലക്കറികളിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഇലക്കറികളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻ ധാരാളമായിട്ട് എത്തും. പിന്നെ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. ഈ പൊട്ടാഷ്യം, കാൽഷ്യം, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കിട്ടണമെങ്കിൽ നമുക്ക് ഇലക്കറികളിൽ കിട്ടും. ഇതേപോലെ തന്നെ കപ്പലണ്ടിയിൽ കിട്ടും, നമ്മുടെ ബട്ടർ ഫ്രൂട്ട്, ഇതിലൊക്കെ ധാരാളമായിട്ട് ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ധാരാളമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഇമ്മ്യൂണിറ്റി പവർ കൂടുകയും അതുവഴി നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്യും. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ക്യൂർസെറ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം. ക്യൂർസെറ്റിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വെയിൽ കൊള്ളുന്ന ഇലകളിലെല്ലാം ധാരാളമായിട്ട് ക്യൂർസെറ്റിൻ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇലകൾ കൊണ്ട് നമുക്ക് തോരൻ എന്തെങ്കിലും വെച്ച് കഴിക്കാം. പിന്നെ ആപ്പിൾ, ചെറി, തക്കാളി, ക്യാപ്സിക്കത്തിലൊക്കെ ധാരാളമായിട്ട് ക്യൂർസെറ്റിൻ അടങ്ങിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ക്യൂർസെറ്റിൻ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ചുവന്നുള്ളിയിലാണ്. അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ കുറച്ചധികം ചുവന്നുള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ ക്യൂർസെറ്റിൻ ധാരാളമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് കയറും. പിന്നെ നമ്മൾ കഴിക്കേണ്ടത് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമഞ്ഞളൊക്കെ ധാരാളമായിട്ട് കഴിക്കുക. ഇപ്പോൾ തൈരൊക്കെ കഴിക്കുകയാണെങ്കിലും പുളിയില്ലാത്ത തൈര് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ കഴിയുന്നതും പാലും ഉൽപ്പന്നങ്ങളും കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ബ്രീത്തിങ് എക്സസൈസൊക്കെ റെഗുലറായിട്ട് ചെയ്യണം. ഒരുപാട് വണ്ണം ഉണ്ടെങ്കിൽ ആ വണ്ണമൊക്കെ കുറച്ച് നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും ഇളം ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡെയിലി 2 മുതൽ 3 ലിറ്ററെങ്കിലും ഇളം ചൂടുവെള്ളം നിങ്ങൾ കഴിക്കുക. എപ്പോഴും ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കണം, ഡീഹൈഡ്രേഷൻ ആവാതെ ശ്രദ്ധിക്കണം. പിന്നെ ആവി പിടിക്കുമ്പോൾ ഉപ്പ് അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ട് ആവി പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. അതുപോലെ ഇളം ചൂടുവെള്ളം കുടിക്കുന്ന സമയത്ത് നിങ്ങളൊരു തുളസിയോ അല്ലെങ്കിൽ പനിക്കൂർക്കയുടെ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ മഴക്കാലമല്ലേ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഡെയിലി 1-2 കോഴിമുട്ട പുഴുങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. രാത്രിയൊക്കെ കഴിയുന്നതും പാലുൽപ്പന്നങ്ങൾ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കഴിയുന്നതും പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കണമെന്നാണ് നല്ലത്. ഇതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും എല്ലാം ഒഴിവാക്കണം. ഇപ്പോൾ കുട്ടികളൊക്കെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എന്തെങ്കിലും എടുത്ത് കഴിക്കും. നിങ്ങൾ ഫ്രിഡ്ജിലൊക്കെ കഴിയുന്ന സാധനങ്ങളൊക്കെ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അവരതങ്ങനെ പോയി എടുത്ത് കഴിക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് കൺട്രോൾ ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ കഫക്കെട്ടിൻ്റെ ഇഷ്യൂ ഉള്ളവർ പുറത്തൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വിൻഡോ സീറ്റിലൊക്കെ ഇരിക്കുമ്പോൾ ചെവി ഒന്ന് കവർ ചെയ്തിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നിങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ AC നേരെ താഴെ ഇരിക്കാണ്ട് മാറി കിടക്കണം. എപ്പോഴും ഡയറക്റ്റ് ഫാനും ഡയറക്റ്റ് AC കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇരിക്കാതിരിക്കുക. മാക്സിമം അതൊക്കെ ഒഴിവാക്കുക. പിന്നെ തല കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തോർത്തി എപ്പോഴും ഡ്രൈ ആയിട്ട് വെക്കണം തലയൊക്കെ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 80% വരെ കഫക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്